ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? അതും മത്തി ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറിയാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി ഒരു മൺചട്ടിയിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരിയതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് വാടി വരും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അടച്ച് വെക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. അപ്പോൾ ഞാൻ വാളൻപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് പഴയ പുളി ആയതുകൊണ്ടാണ് കറുപ്പ് കളറ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന മീനിലേക്കും കൂടി കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലോട്ട് മീനിട്ട് കൊടുക്കാൻ. അപ്പോൾ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 500 ഗ്രാം മത്തി ക്ലീൻ ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തലയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ മത്തി എടുത്തിട്ടുള്ളത്. പിന്നെ മീൻ വരഞ്ഞു കൊടുക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. മീനൊക്കെ കറിയിൽ നന്നായിട്ട് മുങ്ങി കിടക്കണം. അപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അടച്ച് വെക്കാം. ഇപ്പോൾ കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാതെയാണ് കേട്ടോ വേവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. അപ്പോൾ മീനൊക്കെ നന്നായി വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. അപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട്, ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ ഇത് നല്ല ഗ്രേവി ടൈപ്പിലുള്ള ഒരു മീൻ കറി അല്ല കേട്ടോ. ഞങ്ങളുടെ മലപ്പുറത്തതിന് മീൻ വറ്റിച്ചത് എന്നാണ് പറയുക. അപ്പോൾ അധികം ഗ്രേവി ടൈപ്പ് ഇല്ലാത്ത മീൻ കറിയാണിത്. ഇതിൽ അധികം വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്രേവി നമ്മൾ വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ ഇത്രയൊക്കെ ഗ്രേവി ഉള്ള ടൈമിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാൻ. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ സെർവ് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. പിന്നെ അധികം ഗ്രേവി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മീനിലേക്കൊക്കെ നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്